ഓണമൊക്കെ വരാറായല്ലോ. അപ്പം നമ്മൾ ഓണത്തിന് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് പൂക്കളൊക്കെ. അപ്പോൾ അതിലേറ്റവും അത്യാവശ്യം നമ്മുടെ മെറിഗോൾഡ് അല്ലെങ്കിൽ ചെണ്ടുമല്ലി. അപ്പോൾ നമുക്കത് ചെണ്ടുമല്ലി ഇപ്പോൾ തന്നെ നട്ടു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഓഗസ്റ്റ് അവസാനം ആകുമ്പോഴേക്കും പൂക്കളൊക്കെ പൊട്ടിച്ച് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വിത്ത് പാവി മുളപ്പിക്കാം, അല്ലെങ്കിൽ തൈകൾ മേടിച്ച് വെക്കാം. ഇപ്പോൾ തൈകൾക്കൊക്കെ 4 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് തൈകളൊക്കെ മേടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ തൈകളാണ് കിട്ടുക. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ കവറുകളിലേക്കാക്കി വെച്ച് കൊടുക്കുക. നിലത്ത് വയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് വലുതായിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ കവറുകളിൽ ഇതുപോലെ മണ്ണും വളമൊക്കെ ഇട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് ചട്ടിയിലേക്കോ നിലത്തോ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് വെക്കാനായിട്ട് നമ്മൾ എല്ലുപൊടിയും ചാരവും കോഴിക്കാഷ്ടമൊക്കെ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ അതുപോലെ മണ്ണ് മിക്സ് ചെയ്തിട്ട് വേണം ചട്ടിയിലേക്ക് വെക്കാൻ. അപ്പോൾ അതിനായിട്ടുള്ള മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ആഫ്രിക്കൻ മെറിഗോൾഡിൻ്റെ വിത്താണ് മുളപ്പിക്കുന്നതെങ്കിൽ നല്ല വലുപ്പമുണ്ടാവും കേട്ടോ പൂവിനൊക്കെ. പിന്നെ നമ്മൾ പൂക്കളിൽ നിന്ന് പിന്നെയും എടുത്ത് വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ അധികം വലുപ്പമൊന്നും ഉണ്ടാവില്ല പൂവിന്. അപ്പോൾ ഈ തൈകൾ മേടിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. അപ്പോൾ ഇതുപോലെ നമുക്ക് തൈ മേടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു വളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ്. അത് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കും ചാണകവുമാണ്. ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും സ്ലറിയാക്കി വെച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ അതെടുത്ത് വെള്ളം കൂട്ടി നമുക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇനി ചട്ടിയിൽ വെക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് കരിയിലയാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിൽ കരിയില ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. മണ്ണ് നമ്മൾ മുന്നേ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് കോഴിവളമോ എന്ത് വളങ്ങളും മിക്സ് ചെയ്തിട്ട് മണ്ണിൽ ഇട്ട് നമുക്കിതുപോലെ കൊടുക്കാവുന്നതാണ്. എന്നിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ തൈ വയ്ക്കുമ്പോൾ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടാണ്, ഇപ്പോൾ കണ്ടോ ഇവിടെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടാണ് അതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ താഴെയൊക്കെ വെക്കുന്നവരെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, മഴവെള്ളം കെട്ടാതെയൊക്കെ നോക്കണം. അതിനായിട്ടാണ് നമ്മളിപ്പോൾ ചട്ടിയിൽ വെച്ച് കൊടുക്കുന്നത്. ചെറിയ തൈകളാവുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ മഴയത്ത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ നമ്മുടെ തൈയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് വളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ആഫ്രിക്കൻ മെറിഗോൾഡാണ് എപ്പോഴും നല്ലത് കേട്ടോ, പൂവ് വലുപ്പത്തിൽ കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ ഈ ചെട്ടുമല്ലിക്കുള്ള രോഗം അധികം രോഗമൊന്നും വരില്ല, കീടങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഈ മഴ മൂലം ചിലപ്പോൾ ചീച്ചൽ ഫംഗൽ രോഗം കാണാറുണ്ട്. അപ്പോൾ അതിന് സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ തൈകൾ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം എടുത്ത് ഒരു കറ്റാർ വാഴയിൽ കുത്തി കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ പിടിപ്പിക്കാവുന്നതുമാണ്. പിന്നെ പുഴുക്കേടൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ 1 ലിറ്ററിൽ 5 ml ഒഴിച്ച് കൊടുത്തൊന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മഴക്കാലം ആയതുകൊണ്ടാണ് ഈ സൂഡോമോണസും അതുപോലെ ഈ വേപ്പെണ്ണയൊക്കെ കൊടുക്കാൻ. പൂവുണ്ടാവുന്ന സമയത്താണ് ഇതൊക്കെ വരികയുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും ഒരു കുഴപ്പവും വരില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലത്തെ വിത്തൊക്കെ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് വേണമെങ്കിൽ നമുക്ക് പാവി മുളപ്പിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നട്ടു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കപ്പലണ്ടി പിണ്ണാക്കും നമ്മുടെ അരി കഴുകിയ വെള്ളവും അതും ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ പുളിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കണം. ആഴ്ചയിൽ എപ്പോഴും ഓരോന്ന് മാറി മാറി തെളിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഓരോ വളങ്ങളും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഒരാഴ്ചയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ മണലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ ചെണ്ടുമല്ലി വെക്കണമെങ്കിൽ നന്നായിട്ട് വളം കൊടുക്കണം കേട്ടോ. വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ആഴ്ചയിൽ വളം കൊടുത്താൽ മതി. പിന്നെ വാട്ടരോഗമൊക്കെ വരികയാണ്. ഇപ്പോൾ താഴെ നടുന്നവർക്ക് വാട്ടരോഗമൊക്കെ വരികയാണെങ്കിൽ നന്നായിട്ട് പൊടിച്ച കുമ്മായമൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ പൂവിടാറൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ NPK 19 സ്പ്രേ ചെയ്ത് കൊടുക്കാം. തൈകൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഴ്ചയിൽ ഇങ്ങനെ മാറി നമ്മൾ ഓരോന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കടക്കിൽ കാണിച്ചു തന്ന വളങ്ങളൊക്കെ ഓരോന്ന് ഒഴിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ചെട്ടുമല്ലി നന്നായിട്ടുണ്ടാവും ചെയ്യും. പൂക്കൾ ഓഗസ്റ്റ് മാസം അവസാനം ആകുമ്പോഴേക്കും നമ്മുടെ ഓണത്തിന് ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് പറിച്ചെടുക്കാനാവും.
എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഓണത്തിന് മുന്നോടിയായിട്ട് എല്ലാവരും ചെണ്ടുമല്ലി തൈയൊക്കെ മേടിച്ച് ഇതുപോലെ വെച്ച് കൊടുത്ത് വളങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ പൂവ് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ 2 തരം കളറുകളുണ്ട് ഇതിൽ. അപ്പോൾ ഓറഞ്ചും ഉണ്ട്. അപ്പം നമുക്കിഷ്ടമുള്ള കളറുകളൊക്കെ നോക്കി വെച്ച് ഇതുപോലെ ചെണ്ടുമല്ലി തൈ എല്ലാവരും വീടുകളിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കണം കേട്ടോ.